ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പി വെച്ച് കുറച്ച് എണ്ണയും കടുകും ഇട്ടു, കുറച്ച് കരിവേപ്പില ഇട്ടു. അതിലിട്ട് ഒരു 2 വലിയ സവാള അരിഞ്ഞത് നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് ചെറിയ തീയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതവിടെ കിടന്ന് വഴയുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പ വേവിക്കാൻ വയ്ക്കാം. കുറച്ച് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കപ്പ വേവിക്കാൻ വെച്ചു. ഇതേ കപ്പ ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്, അത് വേവട്ടെ. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കാനുള്ളത്, അതും ഇട്ട് കൊടുത്തു ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു പകുതി ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ ഒരുപാട് വേണ്ട. ഇനി മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക്, ഇത്രയേ ഉള്ളൂ. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ആ പച്ച ചുവ മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ചിക്കൻ കറി വയ്ക്കും പോലെ തന്നെയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയ ശേഷം അതിലോട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു 3/4 കിലോ ചിക്കൻ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതും കൂടെ ഇട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കിയ ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. അത് നന്നായിട്ട് വേവിച്ച ശേഷം നമുക്ക് ഇപ്പോൾ തുറന്നു. ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. കപ്പയും വെന്തു. ഞാൻ കുറച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഉടയ്ക്കാതെ ഇടാം, നമുക്ക് ഉടച്ചതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ നല്ല ഉടച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു കയ്യിൽ ഫോൺ ആയതുകൊണ്ട് എനിക്ക് മിക്സ് ചെയ്യണമെന്ന് കാണിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കപ്പ ബിരിയാണി റെഡി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.